കെ.എൻ. ഗോപിനാഥ് CITU സംസ്ഥാന സെക്രട്ടറി ടെലിഫോണിലുണ്ട്. ശ്രീ കെ.എൻ. ഗോപിനാഥ്, എന്താണ് ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം? ഓണറേറിയം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. രാജ്യത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഓണറേറിയം ഈ സംസ്ഥാനത്താണ്. പക്ഷേ അങ്ങനെ അല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രത്തിനാണ് ഇതിൽ ഇടപെടാൻ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമരം? ജീവിത ചെലവുകൾ അനുദിനമെന്നോണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും തൊഴിലാളികൾ പൊതുവെ ആശാവർക്കർമാർ പ്രത്യേകിച്ച് അവരുടെ കുറഞ്ഞ കൂലി വർദ്ധിപ്പിക്കണം, കൂലി എന്ന് പറയാൻ കഴിയില്ല, അവർക്ക് കിട്ടുന്ന ഓണറിയം വർദ്ധിപ്പിക്കണം, അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതുപോലൊരു സമരവും അതിന്റെ ലക്ഷ്യവും വാസ്തവത്തിൽ ആശാവർക്കർമാരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അവരെ ചുറ്റുവട്ടത്ത് കൂടുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI, കോൺഗ്രസ്, ഇന്നലെ കേന്ദ്രമന്ത്രി പോലും വളരെ തരം താഴ്ന്ന വിധത്തിലാണ് ഒരു യൂണിയൻ മിനിസ്റ്റർ, അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്ററാണ്, അദ്ദേഹം അവിടെ വന്നിട്ട് കേരള ഗവൺമെന്റിനെതിരെ വളരെ ബോധപൂർവമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വേദി പങ്കുവെക്കുകയാണ്. അതേ യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിന് അപമാനമാണ്. വാസ്തവത്തിൽ ധാർമ്മികമായി എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ടോ, ഒരു അവകാശമുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ഈ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി ഒന്നുമില്ലെങ്കിൽ അവര് കേരള ഗവൺമെന്റിന് തരാൻ അനുവദിക്കുന്ന പണം തരണം, എന്നിട്ട് കേരള ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. 468 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ 2023 2024 23 ഓണറിയം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസെന്റീവിന്റെ 60% കൊടുത്ത് തീർക്കുന്നതിന്റെ ഭാഗമായി ഓണറിയത്തിന്റെ കൂടെ കൊടുത്തു തീർക്കുന്നത്. ആ പൈസ ഇതുവരെ തന്നിട്ടില്ല. ഇപ്പൊ 2 മാസത്തെ കുടിശ്ശിക. ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് CITUവിന്റെ ശക്തമായിട്ടുള്ള നിലപാടിന്റെ പുറത്ത് CITU ചെയ്ത സമരത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് കൊടുത്തു തീർത്തത് പാവപ്പെട്ട ആരോഗ്യ മേഖലയിലെ തൊഴിലാളികളല്ലേ, ആശമാരല്ലേ എന്ന് കണക്കാക്കിക്കൊണ്ടാണ്. അതിന് 100 കോടി രൂപ, കറക്റ്റ് പറഞ്ഞാൽ ഏതാണ്ട് 97 കോടി രൂപ 2 ഗഡുക്കളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. അതൊന്നും ചെയ്യാതെ കണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഗവൺമെന്റിനെതിരായി എന്ത് കൊട്ടിപ്പാട്ടും നടത്താം, എന്ത് കൊടുങ്ങല്ലൂർ ഭരണിയും പറയാം എന്ന് കണക്കാക്കുന്ന വിധത്തിലേക്ക്, അധപ്പതിക്കുന്ന വിധത്തിലേക്കുള്ള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യം എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തെ പലരും കൊണ്ടുപോകുന്നത്. അത് പാവപ്പെട്ട ആശമാരെ സഹായിക്കാനല്ല, അവരെ ചതിക്കുഴിയിലേക്ക് നയിക്കാനാണ് വേണ്ടത്. ഞാൻ പറയുന്നത്, ഈ സമരം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ് പാർട്ടി MPമാര് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ. ഒരു സഖാവ് രാധാകൃഷ്ണൻ മാത്രമല്ലല്ലോ. ആ MPമാര് പാർലമെന്റിനകത്ത് എഴുന്നേറ്റ് വന്നിട്ട് കേരളത്തിൽ ആശമാരിങ്ങനെ സമരം ചെയ്യുകയാണ്. അവർക്ക് അവിടെ ഓണറിയം കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് പരിമിതി ഉള്ളത് നിങ്ങൾ കൊടുക്കേണ്ട കുടിശ്ശിക NHMന്റെ ഭാഗമായി കൊടുക്കാത്തത് കൊണ്ടാണെന്ന് അവിടെ പറയണ്ടേ? പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഈ പിന്തുണ ഇവിടെ കൊടുക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായി അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ പോലും ആശമാരുടെ ഓണറിയം വർദ്ധിപ്പിക്കലാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിനു കൂടി ഒരു ഉത്തരവാദിത്വം കാണിക്കണം. അപ്പൊ അത് ഞാൻ പറയുന്നത്, ആശമാരെ സഹായിക്കലല്ല അവരുടെ പണി.